ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റൈഡ് ഔട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് N250 ആണ്. ഇപ്പോൾ 2 ദിവസം ഇതിൻ്റെ ലോഞ്ച് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വോക്ക് അറൗണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുന്നത് ടെസ്റ്റ് റൈഡ് ഔട്ടാണ്. അപ്പോൾ പിന്നെ ലെറ്റ്സ് ഗോ. ഞങ്ങളിത് 3 രീതിയിലാണ് ഈ ഒരു വണ്ടി ഞങ്ങൾ ട്രയൽ എടുത്തിരിക്കുന്നത്. ഒന്ന്, ഞങ്ങൾ വളരെ ഭയങ്കര ട്രാഫിക്കുള്ള സമയത്ത് ഉപയോഗിച്ചു. അതുപോലെ ഒരു ചെറിയൊരു സിറ്റി റൈഡ് നടത്തി. അതിനുശേഷം ചെറിയൊരു ഓഫ് റോഡ് നടത്തി. അതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. ബൈക്ക് വളരെ കൂളായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. എസ്പെഷ്യലി ഇതിൻ്റെ ഹാൻഡിൽ എടുത്ത് പറയുമ്പോൾ ഇത് സിംഗിൾ പീസ് ബാറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതും ഷോർട്ടാണ്, ഒത്തിരി വൈഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ഇപ്പോൾ സിറ്റിയിലായാലും ആ ഒരു ട്രാഫിക്കിലായാലും സ്റ്റക്ക് ആയിരിക്കുമ്പോൾ വളരെ കൂളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഹാൻഡിൽ ബാറാണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ഈവൻ അത് ഓഫ് റോഡ് പോയപ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് ബൈക്ക് ക്യാരി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് പറ്റി തന്നെയാണ്. മറിനെ എടുത്ത് പറയുന്നത് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ്. ബ്രേക്കിംഗ് വന്നിരിക്കുന്ന ഡ്യുവൽ ചാനൽ ABS സിസ്റ്റമാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. അതുപോലെ ടയർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ 110R70 ടയറാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്കിംഗ് നോക്കിയപ്പോൾ റോഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടും കുറച്ച് റോഡും ഇച്ചിരി മണ്ണും ഒരുപാട് കിടക്കുന്ന, അതായത് ഒരു തെന്നാൻ സാധ്യതയുള്ള റോഡിൽ ഞങ്ങൾ ഒരു ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരു റിസൾട്ട് വളരെ ഹാപ്പി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഒരു ഫ്രണ്ട് ഡിസ്ക് മാത്രമായിട്ട് ഞങ്ങൾ ഒരു ഫ്രണ്ട് ബ്രേക്ക് മാത്രമായിട്ട് ചെയ്തപ്പോൾ ആ ഒരു സർഫസ് യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. പെട്ടെന്ന് അങ്ങനെ തെന്നി പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്കിഡാവുന്ന രീതിയിലുള്ള റിസൾട്ടൊന്നും വന്നില്ല. അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ടുള്ള റിസൾട്ടാണ് വന്നത്. ഇനി ബാക്ക് ബ്രേക്ക് നോക്കുകയാണെങ്കിൽ, റെയർ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ 280mm ഡിസ്ക്കാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. അതുപോലെ ടയർ സെക്ഷൻ വന്നിരിക്കുന്നത് 140R70 ആണ്. 140 ആണ് ആ ഒരു ബാക്ക് ടയറിൻ്റെ വലിപ്പം. വളരെ MRFൻ്റെ ടയറാണ്. വളരെ വലിപ്പമേറിയ ബിഗർ ഒരു സൈസുള്ള ടയർ സെക്ഷനാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമായിട്ട് യൂസ് ചെയ്തപ്പോഴും അങ്ങനെ പെട്ടെന്ന് പാളി പോകുന്ന രീതിയിലുള്ള റിസൾട്ടൊന്നും വന്നില്ല ആ ഒരു സംഭവത്തിൽ. ബൈക്കിന് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ക്ലച്ച് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചാണ്, അത് എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ വളരെ ടോർക്കി ആയിട്ടുള്ളൊരു ബൈക്കാണ് N250. നമുക്ക് ആ ഒരു അപ്പ് ചെയ്യുമ്പോഴും ഡൗൺ ചെയ്യുമ്പോഴും വളരെ ടോർക്കി ഫീൽ നമുക്ക് ഈ ഒരു ബൈക്കിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോർക്കി, ആ ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴത്തേക്ക് വളരെ ഹാപ്പിയാണ് ഞാൻ ഈ N250യിൽ. മച്ചന്മാരെ, ഈ ഒരു ബൈക്കിൽ എടുത്ത് പറയാനുള്ള ഇതിൻ്റെ 3 മോഡ്സാണ്: റെയിൻ, റോഡ്, ഓഫ് റോഡ്. അങ്ങനെ 3 മോഡ്സാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. സാധാരണ നമ്മൾ കാണുന്ന പോലെ എന്താണ് ABS സിസ്റ്റം ഓൺ ഓഫ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ സിസ്റ്റം ഓൺ ഓഫ്, ആ ഒരു ഓപ്ഷൻ ഒന്നും ഈ ഒരു ബൈക്കിന് വരുന്നില്ല. അപ്പോൾ ഇത് 3 മോഡ്സിലോട്ട് വരുമ്പോൾ 3 രീതിയിലാണ് ഈ ഒരു വണ്ടി പെർഫോം ചെയ്യുന്നത്. അതായത് റോഡിലോട്ട് വരുമ്പോഴത്തേക്ക് ABSും ട്രാൻസ്മിഷൻ കൺട്രോൾ സിസ്റ്റവും ഏകദേശം ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് വരുന്നത്. അടുത്തൊരു ഓപ്ഷൻ വരുന്നിരിക്കുന്നത് അതിൻ്റെ റെയിൻ എന്നൊരു ഓപ്ഷനാണ്, റെയിൻ എന്നൊരു മോഡ്. അപ്പോൾ അതിൽ നമുക്ക് സഹായിക്കുന്നത് വെച്ചാൽ മാക്സിമം ABS, മാക്സിമം ട്രാൻസ്മിഷൻ കൺട്രോൾ സിസ്റ്റമാണ്. അപ്പം വണ്ടി ആദ്യം തെന്നാതിരിക്കാൻ സഹായിക്കുന്ന ഒരു മോഡാണ് റെയിൻ വരുന്നത്. അപ്പോൾ റെയിനിലിട്ട് നമുക്ക് മഴയൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു മോഡാണ് റെയിൻ. ഇനി പറയാനുള്ള ഓഫ് റോഡ്. ഓഫ് റോഡിനെ പറ്റി പറയുവാണെങ്കിൽ അത് മാക്സിമം എന്താണ് ഒരു ABS സിസ്റ്റവും ആ ഒരു ബാക്കിലെ ടയർ സ്കിഡ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് ആ ഒരു ABS സിസ്റ്റവും ട്രാൻസ്മിഷൻ കൺട്രോൾ സിസ്റ്റവും വരുന്നത്. അപ്പോൾ അങ്ങനെ 3 രീതിയിലുള്ള മോഡ്സാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. ഇനി മച്ചന്മാരെ ഹൈറ്റിൻ്റെ കാര്യം സംസാരിക്കാം. അപ്പോൾ എൻ്റെ ഹൈറ്റ് 5.7 ആണ്. എനിക്ക് വളരെ കൂളായിട്ട് നമുക്ക് നിലത്ത് കാല് കുത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ എടുത്ത് പറയേണ്ടത്, ഇങ്ങനെ വണ്ടി ബൈക്ക് ഓടിക്കാൻ നമ്മുടെ കാലിൻ്റെ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഈസി ആയിട്ട് നമുക്ക് ടാങ്കിൽ നല്ല ഒരു അത്യാവശ്യം ഹഗ് ചെയ്ത രീതിയിൽ ഇരിക്കുന്നത്. പക്ഷേ ഇതിൽ എനിക്ക് എടുത്ത് പറയാനുള്ള ഈ ബൈക്ക് നമ്മൾ റൈഡ് ചെയ്ത ആ ഒരു ബ്രോ, അപ്പോൾ ആ ബ്രോയുടെ ഹൈറ്റ് ഏകദേശം 5.10 ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഡെഫിനറ്റ്ലി ഈസി ആയിട്ട് കാല് കുത്താൻ പറ്റും. അപ്പോൾ അതിൽ എടുത്ത് പറയേണ്ടത് പുള്ളി ഇരിക്കുമ്പോൾ ആ റൈഡിങ് സ്റ്റൈൽ വരുമ്പോഴത്തേക്ക് അവർ ഏകദേശം ഇവിടെ വരെ അദ്ദേഹത്തിന് കാല് വരുന്നുണ്ട്. എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഹഗ് ചെയ്താണ് പുള്ളി ഇരുന്നത്. പക്ഷേ വളരെ കൂളായിട്ട് പുള്ളിക്ക് ബൈക്ക് ഹാൻഡിൽ ചെയ്യാനും ആ ഒരു നല്ല രീതിയിൽ ഓഫ് റോഡൊക്കെ ചെയ്തപ്പോൾ ഈസി ആയിട്ട് പുള്ളിക്ക് അത് കൊണ്ടു നടക്കാൻ സാധിച്ചു. അപ്പം ആ ഒരു ഏത് ഹൈറ്റ് ഒരു 5.5ൻ്റെ മുകളിലോട്ട് ആർക്കും ഈ ഒരു ബൈക്ക് N250 കൊണ്ടു നടക്കാൻ സാധിക്കും. പിന്നെ അടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സസ്പെൻഷനെ പറ്റിയാണ്. ബാക്കിൽ വന്നിരിക്കുന്ന മോണോഷോക്കും ഫ്രണ്ടിൽ വന്നിരിക്കുന്ന 37mm USD ഫോക്കുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഒരു പാച്ച് റോഡിൽ കൂടെ പോകുമ്പോൾ, കട്ടർ ഉള്ള റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ നമുക്ക് നല്ല രീതിയിൽ അറിയുന്നുണ്ട്. ആ ഒരു ഹെൽപ്ഫുള്ളായിട്ടാണ്. ഒത്തിരി നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു ഫീലൊന്നും നമുക്ക് വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സസ്പെൻഷനാണ് ഈ ഒരു N250ക്ക് വന്നിരിക്കുന്നത്. ഇനി ഇതൊരു ഡിസൈൻ എലമെൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു എയറോഡൈനമിക് ഡിസൈൻ എലമെൻസ് ആണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. N250 നേക്കഡ് 250 ഒരു നേക്കഡ് സ്ട്രീറ്റ് മെഷീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ ഒതുങ്ങിയ രീതിയിലൊരു ഡിസൈൻ കൺസെപ്റ്റാണ്. അപ്പോൾ ഒതുങ്ങിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ അതായത് ഈ പാർട്സിനൊക്കെ അത്യാവശ്യം വലിപ്പമൊന്നും കൊടുക്കാതെ, അത് ഓവറാക്കാതെ വലിപ്പമൊക്കെ കൊടുക്കാതെ അത്യാവശ്യം വേണ്ടി വലിപ്പവും അത്യാവശ്യം രീതിയിലുള്ള വിത്തും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ഡിസൈൻ എലമെൻസ് ആണ് ഈ ഒരു ബൈക്കിന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ ഒതുങ്ങി അതിനകത്തിരിക്കുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, വളരെ നല്ല രീതിയിലുള്ള ഒരു
ഇതിലാണ് ഒരു ഇമ്പാക്റ്റാണ് ഈ ഒരു ബൈക്ക് നമുക്ക് തരുന്നത്. അപ്പോൾ ഒരു N250യുടെ ആ ഒരു ഡിസൈൻ എലമെൻറ്റ് നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റൊക്കെ വളരെ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ മച്ചന്മാർ ഇതൊക്കെ വളരെ ക്വിക്കായിട്ടുള്ള റൈഡിങ് എക്സ്പീരിയൻസ് ഞങ്ങൾ 2-3 പേര് ഇത് മാറി മാറി ഉപയോഗിച്ച് അപ്പോൾ ഞങ്ങളുടെ ഒരു ഫീഡ്ബാക്കാണ് ഇതിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മച്ചന്മാരെ നിങ്ങൾ കട്ട സപ്പോർട്ട് ഈ ഒരു ചാനൽ വേണം, മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ലെറ്റ്സ് ഗോ വിത്ത്